ഇത് മക്കളുണ്ടാക്കിയൊരു തട്ടിക്കൂട്ടി പിസ്സ ആണ് കേട്ടോ, ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള. പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വൈകുന്നേരത്തെ ചായക്കൊക്കെ പറ്റിയതാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതും കഴിഞ്ഞിട്ട് എനിക്കൊരു കുർത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഞാനത് എനിക്ക് നല്ല പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാട്ടോ. അപ്പോൾ അത് നോക്കുമ്പോഴും നെക്ക് തീരെ ഇറക്കമില്ല, കോളർ ഹാഫ് കോളർ ടൈപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ബാക്കിലൊക്കെ എന്താ പറയുക, നമ്മളെ ബാക്കൊക്കെ ഇല്ലേ വേദന, കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വേദന ആവുന്നൊക്കെ പോലെ തോന്നിട്ടോ. ചിലപ്പം ജസ്റ്റിൻ്റെ തോന്നലായിരിക്കും. എനിക്ക് എന്ത് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ചൊരു കംഫർട്ടായിട്ട് നിൽക്കണം, കുറച്ച് ലൂസിൽ അങ്ങനെയൊക്കെ നിൽക്കണം. ഒരു നമ്മളെ ബോഡി ഫിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് കേട്ടോ. എനിക്ക് ആര് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് കംഫർട്ടാവില്ല, എനിക്ക് എൻ്റെ തന്നെ ഇടണം. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ അടിക്കാനും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ നെക്കൊന്ന് ലേശം ഇറക്കി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടോ. അതുപോലെ തന്നെ ഒരു യെല്ലോ കുർത്തി ഉണ്ട് കേട്ടോ, അതും ഇങ്ങനെ തന്നെയാണ്, തീരെ നെക്ക് ഇറക്കില്ല. അതിനോട് ബാക്ക് സൈഡ് ഭയങ്കര വേദന ഉള്ള പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഇത് ശരിയാവാന്നുണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അളവെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ, കാരണം അത് ഒരു 1.5 ഇഞ്ച് ലെങ്ത്തേ വരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു 5 ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ട് ഇറക്കി വെട്ടി കൊടുത്തതാണ് കേട്ടോ. ആ ഒരു പോൾട്രി ബട്ടൺസ് ഒക്കെ വെട്ടി കൊടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ആ ഒരു പോൾട്രി ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ ജസ്റ്റ് ഒരു ക്യാൻവാസ് മാത്രമേ വെച്ച് ചെയ്യുന്നുള്ളൂ. ക്യാൻവാസും ഒന്ന് വെട്ടിയെടുത്തിട്ടോ. പിന്നെ അവിടെ ഒരു ക്യാൻവാസിൻ്റെ നടുവിൽ ഒരു നോച്ചിട്ട് കൊടുക്കുകയും ചെയ്ത്, എന്നാലേ നമുക്ക് അടിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് അടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ക്യാൻവാസിൻ്റെ അവിടെ ആ നോച്ച് ചെറിയൊരു വീക്കട്ട് ഇട്ട് കൊടുത്തില്ല, അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് പിന്നെ അതിൻ്റെ മേലെ എന്താ പറയുക പണി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ആണത്. പ്രത്യേകിച്ച് നെക്കിൻ്റെ ഒക്കെ ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ മറ്റേ ഭാഗത്ത് സ്റ്റിച്ച് വീഴും ചെയ്യരുതല്ലോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നേരെ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഇതിനെപ്പറ്റി ഐഡിയ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കൊളർ കുർത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അത് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും ആ സൈഡിലൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ആ ഒരു ക്യാൻവാസ് ഇങ്ങനെ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ വേറൊരു ക്ലോത്തൊന്നും വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്യാൻവാസ് അവിടെ നിന്നോളൂ കേട്ടോ. കാരണം അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞൊന്നും പോരില്ല. ഞാൻ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിബിനൊക്കെ അറ്റാച്ച് ചെയ്യാൻ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കൽ. അപ്പോൾ പെട്ടെന്ന് കഴിയും ചെയ്യും, നല്ല നീറ്റായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെ അതാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒന്നും കൂടി ജസ്റ്റ് ഒരു അടിയും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് അടിക്കുന്നത്, കുറച്ച് വിട്ടിട്ടൊന്നുമല്ല അടിച്ചു കൊടുക്കുന്നത്. അപ്പം കണ്ടില്ലേ, ഇപ്പം നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പം ഞാൻ അളന്ന് നോക്കുമ്പോൾ ആ ഒരു 5.5 ഇഞ്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് കേട്ടോ, ഒരു സാറ്റിസ്ഫാക്ഷൻ. കാരണം ഇഷ്ടപ്പെട്ടൊരു സാധനം നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്.